സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർ ഈ ഒരു ക്ലാസ് മുതലെങ്കിലും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. റിവിഷൻ ക്ലാസ്സസ് ആണ്, അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ. മനുഷ്യ ജീനോം പദ്ധതിയുടെ പേരെന്താണ്? മനുഷ്യ ജീനോം. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. അടുത്ത ചോദ്യം, 18ാം ലോകസഭയിൽ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ആര്? 18ാം ലോകസഭയിൽ പ്രോടൈം സ്പീക്കർ ആരാണ്? ഭർതൃഹരി മഹ്താബ് ആണ്. ഭർതൃഹരി മഹ്താബ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ഏതാണ്? രാജാജി രാഗതി ബയോസ്ഫിയർ ആണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. വിദ്യുത് രക്ഷക്. വിദ്യുത് രക്ഷക് എന്നത് സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റമാണ്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത്. 2024 ജേതാക്കളായത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. PT ഉഷ. കഴിഞ്ഞ നടന്ന പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ. 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് ആണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 50ാമത്തെ ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. DY എന്ന് പറയുമ്പോൾ ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം IRS-1A ആണ്. IRS-1A. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹമാണ്. ഏതാണ്? IRS-1A. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് ലഭിച്ചത്? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. നീതി ആയോഗിന്റെ CEO ആരാണ്? നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് CEO. BVR സുബ്രഹ്മണ്യം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ. എത്ര സീറ്റുകളാണ്? 1/3 സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്.
നാരി ശക്തി വന്ദൻ അധിനിയമാണ്. നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പോൾ ഇതിൽ എത്ര സീറ്റുകളാണ്? 1/3 സീറ്റുകളാണ്. അത് നോട്ട് ചെയ്യുക. അതുപോലെ എത്രാമത്തെ ഭേദഗതിയാണ്? 106ാമത്തെ ഭേദഗതിയാണ്. 1/3 സീറ്റുകൾ, 106ാമത്തെ ഭേദഗതി. ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. അടുത്തത്, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല CISFനാണ്. CISF. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നവജീവൻ പദ്ധതി സ്വയം തൊഴിൽ പദ്ധതിയാണ്. പ്രത്യേകത എന്താണ്? മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം എത്രയാണ്? നിലവിൽ ഇപ്പോൾ എത്രയാണ് വേതനം? 369 രൂപയാണ്. 369 രൂപ. ഇതിനു മുമ്പ് 346 രൂപയായിരുന്നു. അതിനോടുകൂടി 23 രൂപ കൂട്ടിയിട്ടാണ് ഇപ്പോൾ 369 രൂപ ലഭിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അംഗങ്ങളുടെ വേതനം 369 രൂപ ആണ് എന്നത് ഓർത്തു വയ്ക്കുക. അതുപോലെ എത്ര രൂപയാണ് കൂട്ടിയത് എന്ന് ചോദിച്ചാൽ 23 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അടുത്തത്, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ലോകാരോഗ്യ ദിനം 2024 പ്രമേയം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. ഇനി ലോകാരോഗ്യ ദിനം 2025 പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് ലോകാരോഗ്യ ദിനം 2025 പ്രമേയം. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവി. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ് ലോകാരോഗ്യ ദിനം 2025 പ്രമേയം. അപ്പം ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 എന്ന് ഓർക്കുക. 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്നത് ഓർക്കുക. 25 പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ്. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം ആരാണ്? കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാണ് മിന്നുമണി. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ഗതാഗത നിയമലംഘനം തടയുക. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച AI അധിഷ്ഠിത ക്യാമറകൾ പേരെന്താണ്? സേഫ് കേരള എന്നാണ്. പദ്ധതിയുടെ പേര് സേഫ് കേരള. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് സോർസൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ്. വി ഹരി നായർ. കേരള സാമൂഹ്യനീതി വകുപ്പ്
സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. വെബ് പോർട്ടലിന്റെ പേര് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര്. കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ. പദ്ധതിയുടെ പേര് രംഗശ്രീ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ്. റാം കെയർ ഓഫ് ആനന്ദി രചയിതാവ് അഖിൽ പി ധർമ്മജനാണ്. അഖിൽ പി ധർമ്മജൻ. സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സ്പൈസസ് പാർക്ക് സംസ്ഥാന സർക്കാരിന് കീഴിൽ ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാടാണ്. തുടങ്ങനാട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് WIFS എന്നത്. WIFS. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര എന്നത്. പദ്ധതിയുടെ പേര് ബാലമിത്ര. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? റിയാക്ടറിന്റെ പേര് JT60SA. ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാൻ. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലം സാക്ഷി. ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷ നേതാവ് 18ാം ലോകസഭയിൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപയാണ്. 75 രൂപ മൂല്യമുള്ള സ്മാരക നാണയം പുറത്തിറക്കിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 75 രൂപ നാണയം. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്നാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഇപ്പൊ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശാസ്ത്രജ്ഞരാണ്. അപ്പൊ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡിന്റെ പേരാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ എന്നത്. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയ ആളാരാണ്? ചന്ദ്രനിൽ അവസാനമായിട്ട് യൂജിൻ സെർണൻ ആണ്. യൂജിൻ സെർണൻ. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയ ആളാണ് യൂജിൻ സെർണൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ
KV മനോജ് കുമാർ ആണ്. KV മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരം കോഴിക്കോടാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് കായിക താരത്തിൻ്റെതാണ്? ആത്മകഥയുടെ പേര് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്നതാണ്. ഇത് ആരുടെ ആത്മകഥയാണ്? PR ശ്രീജേഷിൻ്റെ ആത്മകഥയുടെ പേരാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരമാണ് PT ഉഷ. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യമേത? ഡേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യമേത്? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നതിനു പകരം 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ദൗത്യം ഏത് എന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1ൻ്റെ വിക്ഷേപണ ഡേറ്റ് ആണ് 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? L1 സൂചിപ്പിക്കുന്നത് ലഗ്രാഞ്ചിയൻ പോയിന്റ് ആണ്. ലഗ്രാഞ്ചിയൻ പോയിന്റ് 1നെയാണ് L1 എന്നത് സൂചിപ്പിക്കുന്നത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചെയർമാൻ. വൈസ് ചെയർമാൻ സുമൻ ബെറി. CEO നമ്മൾ നേരത്തെ പഠിച്ചു, BVR സുബ്രഹ്മണ്യം. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്. ചന്ദ്രയാൻ 3 എവിടെയാണ് ലാൻഡ് ചെയ്ത്? ദക്ഷിണ ധ്രുവത്തിൽ. ഇറങ്ങിയ ഡേറ്റ് ആണ് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? കെടാവിളക്ക്. കെടാവിളക്ക് എന്നത് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. ആർക്കാണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് കെടാവിളക്ക് എന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് എന്നത്. അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശൈശവ വിവാഹം തടയുന്നതിനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ നൽകുന്നവർക്ക് നൽകുന്ന പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് പൊൻവാക്ക് എന്നത്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? പദ്ധതി മൃതസഞ്ജീവനി ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് നൽകിയ പുതിയ പേര് എന്താണ്? കർത്തവ്യപഥ് എന്നാണ്. കർത്തവ്യപഥ്. എവിടെ മുതൽ എവിടെ വരെയാണ്? രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് നൽകിയ പുതിയ പേരാണ് കർത്തവ്യപഥ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി എന്നാണ്. നിരാമയ പദ്ധതി. ഇത് നൽകുന്നത് ആർക്കാണ്? ഭിന്നശേഷി ഉള്ള വ്യക്തികൾക്കാണ്. പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി. ഇൻഷുറൻസ് പദ്ധതിയാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബേളേരി. സത്യനാരായണ ബേളേരി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ എഴുതിയത്? നോവലിൻ്റെ പേര് സമ്പർക്ക് ക്രാന്തി എന്നാണ്. അത് എഴുതിയത് ആരാണ്? വീശിനി ലാലാണ്. വീശിനി ലാൽ. സമ്പർക്ക് ക്രാന്തി എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നോവലിൻ്റെ പേര് സമ്പർക്ക്
സമ്പർക്ക് ക്രാന്തി ആരുടെ കൃതിയാണ്? വി ഷിനിലാലിൻ്റെ കൃതിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം, ജല ബജറ്റ് കേരളമാണ്. കേരളം. GI ടാഗ് ലഭിച്ച ചോക്കോവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസമാണ്. ആസാമിലെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചോക്കോവ അരിയാണ്. 2023 ഓഗസ്റ്റിൽ EG 5.1 ERIS എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. കോവിഡ് വകഭേദം EG 5.1 ERIS. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലറ്റ് ഏതാണ്? പ്രൊപ്പല്ലറ്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? മത്സ്യബന്ധന വകുപ്പ് സജി ചെറിയാനാണ്. സജി ചെറിയാൻ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായിട്ട് നിയമിതയായത്? ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക ബി രാജീവ് ആണ്. അനാമിക ബി രാജീവ്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം? വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ ആണ്. ശ്രീനഗർ. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ചത്? സംഗീത നഗരം ഗോളിയോറാണ്. മധ്യപ്രദേശിലെ ഗോളിയോറാണ് യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ചത്. കേരള ലോകായുക്ത ആരാണ്? കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ജസ്റ്റിസ് N അനിൽകുമാർ കേരള ലോകായുക്ത. കേരള ഉപലോകായുക്ത ആരാണ്? ഉപലോകായുക്ത 2 പേരാണുള്ളത്. ശ്രീമതി ജസ്റ്റിസ് ഷിർസി, ശ്രീ ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ കേരള ഉപലോകായുക്തർ ആണ്. ശ്രീമതി ജസ്റ്റിസ് ഷിർസി, ശ്രീ ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോളി PR ശ്രീജേഷിന്റെ ആത്മകഥയാണ് ഫേറ്റ് ബിഹൈൻഡ് ദി ഗ്രിൽ എന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി? കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി K-ലിഫ്റ്റ് എന്നതാണ്. K-ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ K-ലിഫ്റ്റ്. K-ലിഫ്റ്റ് പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം? ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം ചെനാബ് റെയിൽപാലമാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് റെയിൽപാലം. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലിബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? പ്രദീപ് പുത്തൂർ ആണ്. പ്രദീപ് പുത്തൂർ. നാറ്റോ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. മാർക്ക് റൂട്ടെ. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരിയാണ്. MN കാരശ്ശേരി. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിക്കുന്നതിനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം എന്നത്. പദ്ധതിയുടെ പേര് പുനർഗേഹം എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം? സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്.
ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി എൻവിഡിയ ആണ്. എൻവിഡിയ ചിപ്പ് നിർമ്മാണ കമ്പനി എൻവിഡിയ. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം എം ലീലാവതി. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപ നാണയം പുറത്തിറക്കിയത്? മീരാബായ്. മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് 525 രൂപ നാണയം പുറത്തിറക്കിയത്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യമേതാണ്? ഇന്ത്യയാണ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി സഞ്ജന ഠാക്കൂർ ആണ്. സഞ്ജന ഠാക്കൂർ 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരിയാണ് സഞ്ജന ഠാക്കൂർ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് പട്വർദ്ധനാണ്. ആനന്ദ് പട്വർദ്ധൻ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. പേര് കവചം. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള പക്ഷി സങ്കേതങ്ങളാണ് നാഗി, നക്തി എന്നിവ. അപ്പം നാഗി, നക്തി പക്ഷി സങ്കേതങ്ങൾ ഏത് സംസ്ഥാനമാണ്? ബീഹാറിലാണ്. ബീഹാർ. 2024 UFC അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം പൂജ തോമറാണ്. പൂജ തോമർ. ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേര്? ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേരാണ് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവ. ലാൽ, മുർസാൻ, ഹിൽസ. എവിടെയാണ്? ചൊവ്വയിൽ. ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയ പേരാണ് ലാൽ, മുർസാൻ, ഹിൽസ. 2024 പെൻ പിന്റർ പ്രൈസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി? പെൻ പിന്റർ പ്രൈസ് പുരസ്കാരം അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഭിന്നശേഷിക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മാജിക് ഹോംസ്. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാം കൃഷ്ണൻ. മീശക്കള്ളൻ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആർ ശ്യാം കൃഷ്ണൻ. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം? ISRO തദ്ദേശീയമായിട്ട് വിക്ഷേപിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി? ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്? ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്. സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്? വനിതാ സിംഗിൾസ് ഇഗ സ്വിടെക്. പോളണ്ട് താരം ഇഗ സ്വിടെക്. MMA മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം? MMAയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് സംഗ്രാം സിംഗ്. സംഗ്രാം സിംഗ്. തിരഞ്ഞെടുത്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.